ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇതാ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. രണ്ടാമത്, സ്ത്രീകൾ പഞ്ചായത്തിൽ ലെവലിലൊക്കെ തന്നെ ധാരാളം സ്ത്രീകൾ വന്ന സമയത്ത് അവരെല്ലാം ജെൻഡർ സെൻസിറ്റീവ് ആണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടുമില്ല. അവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കണമെന്നുമില്ല. പക്ഷേ സ്ത്രീകൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ പോസിറ്റീവായി കാണുന്നതുകൊണ്ടാണ് നമ്മളത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചത്. ഞങ്ങളും ആഘോഷിച്ചിട്ടുണ്ട്. സ്ത്രീകൾ വന്നു എന്നുള്ളത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ്. അവരാണ് പ്രൂവ് ചെയ്യേണ്ടത് അവർക്ക് എത്ര ജെൻഡർ സെൻസിറ്റീവ് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അവരാർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുക, ആരോടൊപ്പമാണ് അവർ നിൽക്കുക എന്നുള്ളത്. ഒരു പാട്രിയാർക്കൽ ഫ്രെയിംവർക്ക് ഇറങ്ങി പണിയെടുക്കാൻ അവർക്ക് പറ്റുമോ എന്നുള്ളത് അവരാണ് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മളല്ല പ്രൂവ് ചെയ്യേണ്ടത്. WCC മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇനിയും പണിയെടുക്കേണ്ടതുണ്ട്. അതിലൊന്നും മാറ്റങ്ങളുണ്ടായില്ല. അതിൽ മാറ്റങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ഇനി ആവശ്യമില്ലാതെയാവും. അത് സ്ത്രീകൾ കുറേ പേര് ഭരണപക്ഷം ചില മെയിൻ പോസ്റ്റുകളിൽ വന്നു, ഏതെങ്കിലും ഒരു സംഘടനയുടെ വന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ ആവേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പറയുമ്പോൾ നമ്മൾ ആർട്ടിവിസത്തിലാണെങ്കിലൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നത്, നമ്മൾ ഫെമിനിസ്റ്റിക് മൂവ്മെൻറ്റോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു മൂവ്മെൻറ്റോ നടത്തുന്ന സമയത്ത് ഇമോഷണലി നമുക്കത് ഭയങ്കര ട്രിഗറിങ് ആവും മോസ്റ്റ് ഓഫ് ദ ടൈം. ബിക്കോസ് ഹാഫ് ഓഫ് ദ ടൈം others won't understand. Half of the time, what, as you said, we have to keep proving. So how emotionally triggering was this entire process, like the past 8 years for you? നല്ല ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ ഇമോഷണലി തകർന്ന് തരിപ്പണാവും. നമ്മളെ വളരെ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നമുക്ക് മനസ്സിലാക്കും ഈ കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ നമ്മളെ മനസ്സിലാക്കാതെ ഭയങ്കര മോശമായിട്ട്, വളരെ നെഗറ്റീവായിട്ട് നമ്മളെടുത്ത് പെരുമാറുകയോ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തകർന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറൊരു കോസിന് വേണ്ടി നമ്മൾ നിൽക്കുകയായതുകൊണ്ട് നമ്മളുടെ പേഴ്സണൽ ലോസുകളൊന്നും തന്നെ നമ്മൾ ആരും ഗൗരവമായിട്ട് എടുത്തില്ല. എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ഇമോഷണലി ഞങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ട്, ചിലവർ പറയുകയാണെങ്കിൽ ഇനി ഞാൻ 2-3 മാസത്തേക്ക് ഒന്നും ചെയ്യില്ല, എനിക്ക് വയ്യ, അങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങളിൽ ഞാനും കടന്നു പോയിട്ടുണ്ട്, പലരും കടന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അവർക്ക് റെസ്റ്റ് കൊടുത്തുന്ന മറ്റുള്ളവർ പണിയെടുക്കും. അങ്ങനെയാണ് അത് ഇത്രയും കാലം കൊണ്ടുപോയിട്ടുള്ളത്. അതെപ്പോഴും പറ്റിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുക, അത് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഹെൽത്തിനെയൊക്കെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട്. ഈ ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈബർ അറ്റാക്കുകളൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അതിന് പറ്റിയ ആളല്ല. എനിക്ക് സൈബർ അറ്റാക്കുകളൊന്നും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആളല്ല. എനിക്ക് വിഷമാവും അങ്ങനെ ആളുകൾ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതിന് വീണ്ടും സർവൈവ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ക്രൈസിസുകളെക്കാട്ടും ഇത്തരം കാര്യങ്ങളാണ് കൂടുതലും ബാധിച്ചിട്ടുള്ളത്.